മിനറൽ പാടാവോ? ഈറൻമുടി ചുടിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചൊട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ തിരകൾ നാമെല്ലാം തീരത്തെ ഓളങ്ങൾ തീരത്തിൻ താളത്തിൽ താളങ്ങൾ പാരിതിൽ നാം പോയിടാ വെണ്ണതി പോലൊഴുകിടാ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണു നീ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണു നീ. അതിപ്പോഴും പാടുമ്പോഴും ടെൻഷൻ ഉണ്ട്. കാരണം ആ സോങ് പാടുമ്പോ ഞാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത സോങ്ങുകൾ പാടില്ല. എനിക്കൊരു കംഫർട്ട് ആയിട്ട് കുറച്ച് സോങ്ങുകൾ ഉണ്ടാവും, അത് കൂടുതൽ പാടാം. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടടാ, തെറ്റോ ഇപ്പോഴും പാടിപ്പോഴും ചെറുതായിട്ട് ലൈവ് പോയിണ്ടാവും. പക്ഷെ എന്താ പറയാ, രണ്ട് കൽപ്പിച്ച് അങ്ങോട്ട് പാടി, എന്തായാലും കിട്ടി. അപ്പൊ എന്തായാലും കയ്യിലെടുക്കാന്ന് വെച്ചിട്ട് പുള്ളിയോട് പിടിച്ചു. മറ്റൊരു കാര്യം, ഈ വീഡിയോസ് ചെയ്യുമ്പോഴേ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ നിതീഷിനെ പോലെ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ പ്രധാന പ്രശ്നം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല വീഡിയോയിൽ വരാൻ. എങ്ങനെയായിരിക്കും ആളുകൾ അത് എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 വീഡിയോസ് വർക്ക് ആകുമ്പോഴേക്കൂടെ കൺസിസ്റ്റൻസി അങ്ങ് പോകും. നിതീഷിനൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നിതീഷിന് വളരെ കോൺഫിഡൻസ് ഉണ്ട് വീഡിയോയുടെ അകത്ത്. നമ്മൾ കാണുമ്പോൾ റിയൽ ലൈഫ് എനിക്ക് അറിയില്ല, ഈ കോൺഫിഡൻസിനെ നിതീഷ് ചെയ്യുന്നത് നിതീഷിനെ സ്വയം ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണോ? അതെ, കാരണം എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ. ഇപ്പൊ എത്ര സിംഗേഴ്സ് ആയിക്കോട്ടെ, പക്ഷെ ആ സിംഗേഴ്സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്ത് പാടാൻ പോകുമ്പോ എല്ലാവരും പറയില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് അങ്ങനെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ എങ്ങനെയാണ് അത് പാടണത്. പക്ഷെ നമ്മളെ എങ്ങനെയാണ് നമ്മളെ സിംഗേഴ്സിനെ കിട്ടുക, എല്ലാവരും നമ്മൾ കയറ്റി വിടാനേ ഞാൻ ശ്രമിക്കുള്ളൂ. കാരണം നീ പാട്, ജസ്റ്റ് ഒന്ന് പാടി നോക്ക്, ഓക്കെ ആയിക്കോളും. അങ്ങനെയായിരിക്കും. പിന്നെ ഇപ്പൊ ഞാൻ പാടുമ്പോ ഞാൻ വിചാരിക്കണത്, കാരണം ഞാൻ അവിടെ പാടുമ്പോ അതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് അത്രയ്ക്ക് കോൺഫിഡൻറ്റിലാണ് ഞാൻ പാടുക. അത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എനിക്ക് തന്നെ എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഞാൻ പാടുള്ളൂ. അങ്ങനെ പേടി കാര്യം പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. അതിപ്പോ പുറത്താണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ പുറത്തിപ്പോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പാടും. അതിപ്പോ എവിടെ വെച്ചിട്ടാണെങ്കിലും പാടിയിരിക്കുക, അത് ഉറപ്പാണ്. കാരണം പാട്ടെന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എൻ്റെ ലൈഫിൽ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണെങ്കിലും പാട്ട് തന്നെയാണ് എത്തിച്ചത്. കാരണം ഇതിനെ കുറെ പേര് താഴ്ത്തി കെട്ടാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല, അത് 100% ഷുവർ. കാരണം ഇവിടെ എത്തൂല, അത് നീ വെറുതെ നോക്കണ്ട, വെറുതെ ടൈം കളയുള്ളൂ. പക്ഷെ ശരിക്കും അത് ഒരു വാശിയിലാണ് തുടങ്ങിയത്. ശരിക്കും വാശി ഉണ്ടായിരുന്നു, കാരണം ഇത്രത്തോളം എത്തണം. കാരണം ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനും ഒരു കാര്യം അതുകൊണ്ടൊക്കെയാണ്. കാരണം ഞാൻ അങ്ങനെ പാടാനൊക്കെ പോവും, പക്ഷെ നമുക്കൊരു ഹൈപ്പില്ല. കാരണം ഒന്നാമത് സപ്പോർട്ടിങ് കുറവാണ്. പക്ഷെ നമുക്കൊന്ന് ചേഞ്ച് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൊച്ചിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു 2000-3000 ഫോളോവേഴ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ കയറിയത്. അപ്പം അതിനെന്തായാലും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരും ഞാൻ ഒരുപാട് താങ്ക് യു പറയാം. അതെന്തായാലും പറയണം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ, കാരണം നമ്മൾ കൈ പിടിച്ച് കയറ്റിയാലൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കഫേയുടെ ഒരു ചേട്ടനുണ്ട്, ആകാശ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ. ആളൊക്കെ എന്തെങ്കിലും എടുത്തു പറയണം. കാരണം ആളൊക്കെയാണ് ഇത്രത്തോളം എത്തിക്കാനുള്ള കാരണം. പിന്നെ സത്യനന്ദിക്കാട് സാറിനെ ഒന്ന് എന്താ പറയാ ഹെൽപ്പാക്കിയതൊക്കെ ആള് തന്നെയാണ്. ആളൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. അങ്ങനെ കുറച്ച് പേരുണ്ടാവുള്ളൂ ജീവിതത്തിൽ. അപ്പൊ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരെ. അല്ലാണ്ട് വെറുതെ എന്താ പറയാ കുറെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുപോകാനും കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ വെറുതെ. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതൊരു നെഗറ്റീവ് കിട്ടാറൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, കാരണം ഇപ്പൊ പാടുമ്പോ പക്ഷെ അത് നമുക്കൊരു കെയറിങ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നോട് പറയില്ല നീ ഇങ്ങനെ പാടല്ലേ, ഇങ്ങനെ പാടുമ്പോ ത്രോട്ട് ഭയങ്കര ഇഷ്യൂസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് അവരിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്,
ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പാടിക്കൊണ്ടിരിക്കില്ല, ത്രോട്ട് ഇൻഫെക്ഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. എനിക്കത് കുഴപ്പമില്ല, കാരണം ഞാൻ അതിൽ ഓക്കെയാണ്. ഇപ്പൊ പാട്ട് പാടുമ്പോ തണുത്തുള്ള കുടിക്കാൻ പാടില്ല, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അതൊന്നുമില്ല. ഞങ്ങൾ അടിച്ചു പൊളിച്ച് കൊച്ചി ഒക്കെ ആഘോഷിക്കുകയാണ്. സ്വയം നമുക്കൊരു വിശ്വാസം ഉണ്ടാവണല്ലോ, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് അതൊരു വിശ്വാസം ഉണ്ടാവണല്ലോ. ആ പോയിന്റ് എപ്പോഴാണ് തുടങ്ങണേ? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോ ജോലിക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ആദ്യം ടിക്ടോക്കിലുള്ള ടൈമിലൊക്കെ അന്ന് ഇത്തിരി കുറച്ച് ഇതിലൊക്കെ ഹൈപ്പിലൊക്കെ അങ്ങനെ നിൽക്കലായിരുന്നു. പിന്നെ അവിടുന്ന് ഒറ്റയടിക്കാണ് ഫ്ലോപ്പായ, കാരണം ടിക്ടോക്ക് നിർത്തിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വഴി പിന്നെ നമുക്കുള്ളത് ഇതാ ഇൻസ്റ്റാഗ്രാം. കാരണം എനിക്ക് ആകെ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം പാടുമ്പോ തെറ്റോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ക്യാമറ വെച്ച് എടുക്കുമ്പോ, കാരണം സൗണ്ട് ഒക്കെ ഭയങ്കര ഡിഫറെന്റ്, മൂക്ക പൊത്തി പിടിച്ച് പാടണ പോലെയൊക്കെ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എന്താ പറയാ, നമ്മുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങോട്ട് മാറി നിൽക്കാം, അങ്ങനെ ആക്കി. കാരണം പക്ഷെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ കുറെ സിംഗേഴ്സിന് കോൺഫിഡന്റ് ഇല്ലാണ്ടിരിക്കുന്ന സിംഗേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മള് മൈൻഡ് വെക്കരുത് ശരിക്കും, കാരണം കോൺഫിഡന്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും തളർത്തും, അത് എവിടേക്ക് എത്തിക്കില്ല. അതുകൊണ്ടാണ് അവരാണെങ്കിലും അങ്ങനെ ഇരിക്കണത്. അപ്പൊ ഞാനാണെങ്കിൽ അവരോട് പറയും, അന്ന് പാടടാ, പാട്, ഇതിന്റെ കഴിവ് തെളിയിക്ക്. അങ്ങനെ കുറെ പേര് നമ്മൾ പാടിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്, അവരൊക്കെ ഹാപ്പിയാണ്. ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കണവരുണ്ട്, ചേട്ടാ ഇനി അടുത്തത് എവിടെയാണ് ചേട്ടൻ പാടണം, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരാം. കാരണം എനിക്ക് പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞവര് പിന്നെ വരാന്നാണ് എനിക്ക് മറുപടി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ അങ്ങനത്തെ സിംഗേഴ്സിനെ പുഷ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കുന്നതാണ് എൻ്റെ ഒരു. ഈ ഫേക്ക് വോയിസ് വെച്ചിട്ട് ഹിന്ദി പാട്ട് പാടിയിട്ട് പിന്നെ ഒറിജിനൽ വോയിസ് പാടുന്നൊരു വീഡിയോ, അത് ആ വീഡിയോ എങ്ങനെയാ സംഭവിക്കുന്നത്? അത് കണ്ടന്റ് ഒന്നും എടുക്കാണ്ടായിപ്പോ ജെനിയുടെ അടുത്ത് പറഞ്ഞു, ജെനിയ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കാടാ. ഞങ്ങൾ ഗേൾസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ബോയ്സിന് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങള് തപ്പി ഗതി കെട്ടിട്ട് പക്ഷെ ഈ വീഡിയോയിലൊക്കെ ഫീച്ചർ ചെയ്യാൻ ഗേൾസ് പെട്ടെന്ന് വില്ലിങ് ആയിരിക്കുമോ? ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ചിലവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്യൂസ് ഉണ്ടാവും, അവരുടെ വീട്ടില് പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ചിലർക്ക് ഇഷ്ടാവില്ല, നമ്മൾ ഉടനടി ഫേസിലടിച്ച് പറയും. പിന്നെ ഇപ്പൊ എന്നൊക്കെ പറയും, അന്ന് ഞങ്ങളത് വീഡിയോ എടുത്തപ്പോ ഞങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കണ്ണാന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അവരോട് പറഞ്ഞു ഞാനൊരു സോങ് പാടുന്നുണ്ട്, നിങ്ങൾ അതേപോലെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീഡിയോ ഞങ്ങൾ തുടങ്ങി. ഇങ്ങനെ തെറ്റിച്ച് പാടും, അത് പിന്നെ കറക്റ്റ് ആക്കും, അതവർക്ക് അറിയില്ല, അതറിയില്ല പോയില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതിന് ഗുണമില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് പാട്ട് ചേഞ്ച് ചെയ്തു, അവരതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ അവരെന്നെ തന്നു. അപ്പൊ നമ്മളായാലും അതിൽ ഹാപ്പിയാണ്, കാരണം പറഞ്ഞെടുപ്പിക്കുന്നതിലും അടിപൊളി ശരിക്കും അവർ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴാണ്. ഈ ഫീമെയിൽ ഫാൻ ഫോളോയിങ് ഒക്കെ എങ്ങനെ ഡീൽ ചെയ്യണേ? അത് അതിപ്പോ എന്താ പറയാ, വരുമൊക്കെ ചെയ്യും. ഇപ്പൊ പാട്ട് സൂപ്പറാണ് ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു വരും. പക്ഷെ നമ്മൾ ഓവറായിട്ട് മൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ചേട്ടൻ്റെ കൂടെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഇഷ്ടം പോലെ വരും. ഞാൻ അങ്ങനെ പാടണം, ചേട്ടനോട് പാടണം എന്നുണ്ട്, മീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അടിപൊളിയാണ്. അപ്പൊ എന്താ പറയാ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് വീശിക്കോ. കഴിവുകളുണ്ടെങ്കിൽ അത് കാണിക്കുക, അത് കാണിക്കണം, അത് എന്തായാലും ഉറപ്പാ. കാരണം ഇപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ വല്ല ഗേൾസ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ചേട്ടാ പാട്ട് സൂപ്പർ ആയിരുന്നിട്ടാന്നൊക്കെ പറയുമ്പോ എല്ലാ ഗിറ്റാറും പാട്ടൊക്കെ പാടാനൊക്കെ അറിഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ നമുക്കൊരു പ്രശ്നമില്ല. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ. ഞാൻ പറയാറെടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിലേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പൊക്കെ വേണം. ഗിറ്റാർ വായിക്കാൻ അറിയുന്നതിന് എളുപ്പമാണ്. പിന്നെ ഗിറ്റാറ് അങ്ങനെ